എല്ലാവർക്കും കുഞ്ചമ്മ കേസിലേക്ക് സ്വാഗതം. ഹലോ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെവിടെയായിരുന്നു, കിറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വഴി പോയാന്ന്. ആ വഴി പോയതൊന്നുമല്ല. ഇന്നലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു, മഴയും കാറ്റുമായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ചെയ്താലും ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാനും പറ്റത്തില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വെറുതെ ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 35 പേരാണ് കേട്ടോ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്നലെ വരെ 35 പേരാണ് ഇന്നലെ വരെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഭയങ്കര കാറ്റാണ് വേണ്ട. 35 പേരാണ് ഇന്നലെ വരെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടുന്ന കുറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു കാല് കാണുന്നില്ല. ഇവിടെ ഉണ്ട്, ഒരു കാല് കാണുന്നില്ല. അതൊരു വിഷയം. പിന്നെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുന്ന സോനാപ്രി ഉണ്ടല്ലോ, അതും കംപ്ലൈൻ്റായി. അപ്പം ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ പുതിയൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇതൊരിക്കലും വന്നില്ല. അതുകൂടെ വന്നിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം എപ്പോഴും കുറവായിരിക്കും കേട്ടോ. ഇതുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഫോണ് കംപ്ലൈൻ്റ് അല്ല, ഫോണ് ക്ലാരിറ്റി കുറവായിരുന്നു. ഫോൺ വാങ്ങിയപ്പോഴത്തേക്ക് ഈ സാധനം പോയി. അപ്പം അങ്ങനെ ഇന്നലെ ഞാൻ മീഷോയിൽ നിന്നൊരു ടോപ്പ് വാങ്ങിയത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോഴത്തേക്ക് സംഭവം കൊള്ളത്തില്ല കേട്ടോ. ചെറുതുമാണ്, അതെനിക്ക് ഇടാനും പറ്റത്തില്ല. പിന്നെ വേറെ ആർക്കും അത് സൈസാകുന്ന ആർക്കും ഇടാൻ പറ്റത്തില്ല. അത് കൊള്ളത്തില്ല. അതിൻ്റെ ആ കോട്ടൊക്കെ അത്രയും ഒരുമാതിരി അഴുക്കാണ്. ആരാ റിട്ടേൺ ചെയ്ത സംഭവമാണത്. അപ്പം ഞാൻ റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്ക് അത് റിട്ടേൺ ആണ് ഞാൻ കൊടുക്കുന്നത്, എക്സ്ചേഞ്ച് അല്ല. റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കിനി ആ സാധനം വേണ്ടാന്ന് വിചാരിച്ച് റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ബാക്കായി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. റിട്ടേൺ എന്ന് പറഞ്ഞ് അക്കൗണ്ടിൻ്റെ അതുവരെ എത്തുമ്പോഴത്തേക്ക് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത് ബാക്ക് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതങ്ങനത്തെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ സ്റ്റാൻഡ് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അപ്പോൾ ആ 35 പേരുടെ പേരാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. 35 പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കാരണം 35 പേര് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ 35 പേരൊക്കെ ആ സാധനം വാങ്ങിയവർ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിത് എടുത്ത് വെച്ചിട്ട് ഞറക്കിടാവേ. അപ്പം ഇതിൽ കൂടുതലും ഞാനൊരു പേര് വായിക്കാം, 35 പേരുടെയും പേര് വായിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുക എൻ്റെ പേരുണ്ടോ എന്ന്. ഫസ്റ്റ് നമ്പർ മോനിഷ, സബിത, സ്മിത, ജോഷുവ, റെയ്ഹാനത്ത്, മനാൽ, ഷബ്ല, സിനി ആൻ്റണി, റഹീന, അജി, ഷീജ, നൗഷാദ്, റംസീന, സബീന, നുസ്രത്ത്, പിന്നെ പൊരുന്തമണുള്ളൊരു കൊച്ചാണ് കേട്ടോ. അതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ, അത് വീട്ടിൽ വന്ന് സാധനം വാങ്ങുന്നതാണ്. പ്രിയ, റംസീന, ഹസീന, ബെറീന, ജിൻഡു, ജഷീല, നുസ്രത്ത്, അന്നാദിയ, നൗഷാദ്, ലത്തീഫ, സൂപ്പി, ഫസീല, ഷിബിജ, ഫൗസിയ, ഐറിൻ, ഫൗസിയ, നഫീസത്തുൽ, ലീബ, സഫീന. അപ്പോൾ ഇത്രയും പേരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഞറക്കിടാവേ. അപ്പോൾ നമുക്ക് ഞറക്കിടാനായിട്ട് ഞാൻ പേപ്പർ കീറിയിട്ട് ഞറക്കിടാം. അപ്പോൾ ആമി ഉണ്ടായിരുന്നെങ്കിൽ ആമിയെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷേ ആമി ഇവിടെ ഇല്ല. ആമി വരുമ്പോഴത്തേക്ക് സമയം കുറേ ആവും കേട്ടോ. ആമി വരുമ്പോഴത്തേക്ക് 5 മണിയാവും. അപ്പോൾ 35 പേപ്പർ വേണമല്ലേ. ഇപ്പോൾ എത്ര പേപ്പറുണ്ട്? 1, 2, 3, 4, 5 പേപ്പറാണ് ഇങ്ങനെ നമ്മൾ മുറിക്കുന്നത്. അപ്പം 7, 5, 35 അല്ലേ. അപ്പം 5 പറന്നു പോകുന്നുണ്ട്. 10, 15, 20, 25, 30, 35. ഇതാ 35 പേപ്പറുണ്ടത്. അപ്പം നമുക്ക് നമ്പർ എഴുതാം. 1 എഴുതിയിട്ട് അത് മടക്കി ചുരുട്ടി
ചുരുട്ടി ചെറിയ പീസാക്കി ഇട്ടിട്ട് 2 3 4 5 6 7 8 9 10 11 12 13 14 15 സത്യം പറഞ്ഞാൽ ഇതൊരു മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. 16 17 18 19 20 21 22 23 24 24 25 26 27 28 29 30 31 32 33 34 35 എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ ചുരുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്, കാരണം എല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമുക്ക് പല ഞെറുക്കെടുക്കാം അല്ലേ. അപ്പോൾ നമ്മളിതാ എല്ലാം ചുരുട്ടി വെച്ചിട്ടുണ്ട്, ബുക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ഞെറുക്കിട്ടെടുക്കാം. അപ്പോൾ ഞാൻ തന്നെയാണ് ഞെറുക്കെടുക്കുന്നത്, ഇവിടെ വേറെ ആരുമില്ല. ആമിയില്ല, ആമി ഉണ്ടായിരുന്നെങ്കിൽ ആമിയെ കൊണ്ട് എടുപ്പിച്ചാണ്. അപ്പോൾ നമുക്കിത് 35 പേരായതുകൊണ്ട് നമുക്ക് ഞെറുക്കെടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരാളെ ഞെറുക്കിട്ട് തിരഞ്ഞെടുക്കാം. അപ്പം ഞാൻ എന്തായാലും കണ്ണടച്ചിട്ട് ഇതിൽ നിന്ന് ഒരാളെ എടുക്കാം, എടുത്തിട്ട് ആ നമ്പർ കാണിക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് വേറുള്ള കുറച്ച് പേപ്പറുകൾ കൊടുക്കുക ഞാൻ തുറന്ന് കാണിക്കാം. കാരണം ഞാൻ ഇതിൽ ഏതെങ്കിലും പേര് മാറ്റി എഴുതിയോ നമ്പർ മാറ്റി എഴുതിയോ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ പാടില്ലല്ലോ. നമ്മളെ ക്യൂട്ടി ബോസിലെ ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കര ഉടായിപ്പാന്നാണ് നമ്മളെ ക്യൂട്ടി ബോസിലെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ 4 രൂപ വാങ്ങിയ ക്യൂട്ടി ബോസിലെ കസ്റ്റമർ പറഞ്ഞു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഇത് കുടഞ്ഞിട്ടിട്ടിട്ട് കണ്ണടച്ചെടുത്തിട്ട് വേറെ 2-3 എണ്ണം കൂടി തുറന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇടട്ടെ. ഫുൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. ആരായാലും അതാണ് നമ്മളെ ഫൈനൽ വിജയി. ഒന്നും കിട്ടുന്നില്ലേ? ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആരാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇട്ടത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ കണ്ണ് തുറക്കട്ടെ. ഇരുപത്തിയേഴാണ് കേട്ടോ ആള്. 27 27 ആരായിരുന്നു? സൂപ്പി എന്നാണോ സൂഫി എന്നാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. SOOPI എന്നാണ് ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്ന പേര്. ഇത് സൂപ്പി എന്നാണോ സൂഫി എഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. വെപ്രാളപ്പെട്ട് എഴുതിയപ്പോൾ ഇനി മാറിപ്പോയതാണോന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ലാസ്റ്റ് മൊബൈൽ നമ്പർ 25 312
അപ്പോൾ പുള്ളിക്കാരിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്താണ് വോയിസ് കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വർത്തമാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എഡിറ്റിങ്ങിന് ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ നേരത്തെ തിരിഞ്ഞു നോക്കിയത് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നതായിരുന്നു കേട്ടോ. അച്ഛൻ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വന്ന ഉടനെ അച്ഛൻ്റെ വാർത്ത കാണണം. അച്ഛൻ ടി വി നല്ല ഫുൾ ഓളിയത്തിൽ ഇട്ടേക്കുകയായിരുന്നു. ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ഞാനിവിടെ ഇരുന്ന് അങ്ങ് മെസ്സേജ് അയക്കുകയായിരുന്നു കേട്ടോ. അല്ല മെസ്സേജ് അയക്കുകയല്ല, വീഡിയോ പിടിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മുഖഭാവം ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ നമ്പറായിട്ട് ഇത് അഴിച്ച് കാണിക്കുകയാണ് കേട്ടോ. 21 അങ്ങനെ ഓരോരോ നമ്പർ കാണിക്കുന്നുണ്ട്. എൻ്റെ മുഖഭാവം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ഞാനിങ്ങനെ ഓൺ വോയിസ് കൊടുത്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് വരും. കോപ്പി റൈറ്റ് വരുമ്പോൾ നമ്മളെ ചാനലിനെ അത് ബാധിക്കും. അത് കാരണം ഞാൻ ആ വോയിസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ വോയിസ് കയറ്റിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഞറുക്കിട്ട വിജയി എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണേ. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അയച്ചു തരണം. മെറ്റീരിയൽസ് ഞാൻ അയച്ചു തരും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനുള്ള കിറ്റ് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ ബൈ.